ഒരു വീടിൻ്റെ പണി നടക്കുമ്പോൾ, ആ പണി പുരോഗമിക്കുമ്പോൾ, ആ വീടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നാം ഓരോരുത്തരും കടന്നു ചെല്ലുന്നത് ആ പണി പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. നമ്മെ കൂടുതൽ ആകർഷിക്കുന്നത്, ആ വീടിനോട് നമ്മെ അടുപ്പിക്കുന്നത് ആ വീടിൻ്റെ പുറമേയുള്ള മോടിയാണ്. എന്നാൽ ശരിക്കും ആ വീടിൻ്റെ ഭംഗിയിരിക്കുന്നത് അതിൻ്റെ ഫൗണ്ടേഷനിലാണ്. ആ പണി നടന്നപ്പോൾ ആ ഫൗണ്ടേഷൻ്റെ ഭംഗി കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില വീടുകൾ പുറമേ നോക്കുമ്പോൾ അതിമനോഹരമാണ്. ഒന്നടുത്ത് ചെല്ലുമ്പോഴാണ് അകത്തിരിക്കുന്നവർ കരയുകയാണ്. പുറമേ നോക്കുമ്പോൾ നല്ല മോടിയാണെങ്കിലും ഫൗണ്ടേഷൻ മോശമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവരോടും തന്നെ ചിരിച്ചു സംസാരിക്കാൻ കഴിയുന്നുണ്ടാകാം. എന്നാൽ ഈ ലോകത്തിന് കാണാൻ പറ്റാത്ത ഒരു തലത്തിൽ നിങ്ങൾ തകർന്നവരാണ്. നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾക്കുണ്ടായ മുറിവുകൾ, നിങ്ങളുടെ ഒറ്റപ്പെടലുകൾ, നിങ്ങളുടെ വേദനകളൊക്കെ നിങ്ങളെ തകർക്കുന്നുണ്ട്. നിങ്ങൾ പുറമെ ചിരിക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളകത്ത് വിതുമ്പുന്നുണ്ട്, കരയുന്നുണ്ട്. എല്ലാവരോടും നിങ്ങൾ സന്തോഷത്തോടെ പെരുമാറുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ, നിങ്ങളുടെ ഹൃദയം ഒന്ന് പകരാൻ നിങ്ങളൊരു വിശ്വസ്തനായ ഒരു വ്യക്തിയെ മുമ്പിൽ കിട്ടിയാൽ നിങ്ങൾ പലപ്പോഴും തുറന്നു പറയാറുമുണ്ട്, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം ഒന്ന് ഇറക്കി വെച്ചില്ലെങ്കിൽ അത് നമ്മെ വല്ലാതെ തകർത്ത് കളയും. മനുഷ്യരെപ്പോഴും പുറമേ ഉള്ളത് തന്നെയാണ് നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ സന്തോഷിക്കേണ്ട സമയത്ത്, ചിരിക്കേണ്ട സമയത്ത് വേണ്ടതുപോലെ സന്തോഷിക്കാൻ കഴിയാതെ ജീവിതത്തിലുണ്ടായ വേദനകൾ, മുറിവുകൾ, അതിന്ന് പകലും നിങ്ങളെ തകർക്കുന്നുണ്ട്. നിങ്ങൾ ആരോട് ഇതൊക്കെ പങ്കുവയ്ക്കും? നിങ്ങൾ മനുഷ്യരോട് പങ്കുവച്ചാൽ, അങ്ങനെ പങ്കുവയ്ക്കാൻ കൊള്ളാവുന്ന ഒരാൾ മുൻപിലുണ്ടെന്ന ചിന്തയിൽ നിങ്ങൾ ഒരു വ്യക്തിയോട് നിങ്ങളുടെ മനസ്സ് തുറന്നാൽ നിങ്ങൾക്കൊരാശ്വാസം ഉണ്ടാവും. തീർച്ചയായും അല്പനേരത്തേക്ക് ഒരാശ്വാസം ഉണ്ടാവും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സത്യം നിങ്ങൾ അറിയണം. തിരുവചനം നമ്മോട് പറയുന്നത് നമ്മുടെ ദൈവമായ യഹോവ ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം സർവ്വവ്യാപിയാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നിന്റെ ഭാരം നീ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ ഹൃദയം പകർന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് വേദന വന്നപ്പോൾ, ഭാരം വന്നപ്പോൾ നിങ്ങളത് പങ്കുവയ്ക്കാൻ ശ്രമിച്ച സമയത്ത്, ഇന്നലകളിൽ നിങ്ങൾ പങ്കുവെച്ച് ഹൃദയം പകർന്ന ആ വ്യക്തികൾ ഇന്ന് വളരെ തിരക്കുള്ളവരായി, നിങ്ങളോട് കൂടെ ഇരിക്കാൻ കഴിയാതെ, മനസ്സിലാക്കാൻ കഴിയാതെ ഓടി അകലുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അതങ്ങനെ തന്നെയാണ്. കാരണം മനുഷ്യൻ പരിമിതിയുള്ളവനാണ്, മനുഷ്യൻ ബലഹീനനാണ്. നിങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കുമ്പോൾ അത് കേൾക്കുമായിരിക്കാം. എന്നാൽ എപ്പോഴും നിങ്ങളെ വഹിക്കുന്നതിൽ മനുഷ്യനെന്നും ബലഹീനനാണ്. അത് വീണ്ടും നിങ്ങൾക്ക് മുറിവുകളുണ്ടാക്കും.
നിങ്ങൾ വീണ്ടും തളരാനും തകരാനും സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഇതാ നമുക്ക് മുൻപിൽ ഒരുവൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് യേശുവിനെ വിശ്വസിക്കാം. യേശുവിനെ കാണാൻ കഴിയുന്നില്ലെന്ന് കരുതി ആരും ഇന്ന് പകൽ മനുഷ്യരെ തേടി പോകരുത്. ഒന്ന് സ്തോത്രം ചെയ്തു തുടങ്ങി ഹൃദയം ഒന്ന് പകർന്നു തുടങ്ങിയാൽ തിരുവെടുത്ത് പറയുന്നു, ദൈവത്തോടടുത്ത് ചെന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. തൻ്റെ അടുക്കൽ വരുന്നവർക്ക് അവൻ പ്രതിഫലം നൽകും. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ അവനെ ആശ്വസിപ്പിക്കും. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളുമായുള്ളവേ, ഞാൻ നിനക്ക് നീല കല്ലുകൊണ്ട് അടിസ്ഥാനമിടും. ഇന്നലകളിൽ നിനക്കുണ്ടായ മുറിവുകൾ ഇന്ന് പകലും നിന്നെ തകർക്കുമ്പോൾ ദൈവം ആ മുറിവുകളെ കെട്ടും. ദൈവം നിനക്കൊരടിസ്ഥാനമിടും. ഇനി ഒരിക്കലും നിന്റെ ഹൃദയം തകരാതെ വണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് തൃപ്തി നൽകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ പകരേണ്ടത് യേശുവിൻ്റെ മുൻപിലാണ്. യേശുവിൻ്റെ മുൻപിൽ മാത്രം പകരാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. തിരുവചനം ഉറപ്പു തരികയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരാശ്വാസമാണ്, താൽക്കാലികമല്ല. ഇത് സമാധാനമാണ്, താൽക്കാലികമല്ല. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകും. യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരാമോ? വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.